നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. സെറിബ്രൽ പാൾസിയെക്കുറിച്ചും പുനരധിവാസ ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ PMR വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ P. സെൽവനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്? കുഞ്ഞുങ്ങളുടെ ഇമ്മച്വർ ബ്രെയിനിൽ നോൺ പ്രോഗ്രസീവായിട്ടുള്ള ഇഞ്ചുറി കാരണം അവർക്കുണ്ടാകുന്ന ചലന വൈകല്യത്തെയാണ് നമ്മൾ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ഈ ഇഞ്ചുറിയുടെ തീവ്രത അനുസരിച്ച് ഇവർക്ക് അപസ്മാരം, ബുദ്ധിമാന്ദ്യവും കണ്ടുവരുന്നു. ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാവാൻ കാരണം അതെന്താണ്? എന്തുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞുങ്ങളിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്? പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണത്തെ നമുക്ക് കുഞ്ഞ് ഗർഭസ്ഥാവസ്ഥയിൽ, അതായത് കുഞ്ഞിൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്തോ അതുപോലെ പ്രസവിക്കുന്ന സമയത്തോ പ്രസവിച്ച് കഴിഞ്ഞ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഇഞ്ചുറി, അതുപോലെ പിന്നെ ഇൻഫെക്ഷൻ, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ജനറ്റിക് ഡിസോർഡർ കൊണ്ടും വരാറുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് പ്രിമച്വറായിട്ടുള്ള കുഞ്ഞുങ്ങൾ 32 ആഴ്ചയിൽ കുറവാണ് കുഞ്ഞ് ജനിച്ചപ്പോൾ പ്രായം. അതുപോലെ തൂക്കം 2.5 കിലോയിൽ താഴെയാണ്. അതുപോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി എന്ന് പറയും, എന്നുവെച്ചാൽ ഒന്നിലധികം കുഞ്ഞുങ്ങളുണ്ടാകുക. അതുപോലെ ഹൈപ്പോക്സിക് ഇക്സീമിക് എൻകഫലോപ്പതി എന്ന കണ്ടീഷൻ, തലച്ചോറിലേക്ക് രക്തം കുറയുന്ന കണ്ടീഷൻ, അതുമൂലം അവർക്ക് ഓക്സിജനും ഗ്ലൂക്കോസിൻ്റെ ലഭ്യത കുറയുക, അപസ്മാരം, ഇങ്ങനെയൊക്കെ പല പല കാരണങ്ങളും കണ്ടുവരുന്നു. ഡോക്ടർ, ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഈ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണം അതെന്തൊക്കെയാണ്? നമുക്കറിയാം, ഈ സെറിബ്രൽ പാൾസിയുടെ പ്രധാനമായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റൽ ഡിലേ ആണ്. അപ്പോൾ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. പണ്ടാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് അങ്ങനെ ആൾക്കാരുള്ളപ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് വ്യത്യാസം അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാസം ആകുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കും. ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് കഴുത്തുറയ്ക്കണം. ഒരു 6 മാസം, ഒരു 5 മാസം ആകുമ്പോഴത്തേക്ക് കമരണം. 6 മാസം ആകുമ്പോഴത്തേക്ക് ആൾ പിടിച്ചിരിക്കണം. 9 മാസമാകുമ്പോൾ പിടിച്ച് നിൽക്കണം. 1 വയസ്സാകുമ്പോൾ നടക്കണം. അതുപോലെ തന്നെ ഒരു 2 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഓടണം. 2 വയസ്സാകുമ്പോഴത്തേക്ക് ചാടണം. 3 വയസ്സാകുമ്പോൾ 3 വീലുള്ള സൈക്കിള് ഓടിക്കാൻ പറ്റണം. അതുപോലെ 4 വയസ്സാകുമ്പോഴത്തേക്ക് ഇയാൾ ഒറ്റക്കാലിൽ ചാടാൻ പറ്റണം. അപ്പോൾ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് സെറിബ്രൽ പാൾസി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഇതൊരു പ്രധാനമായും ഈ ഒരു സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഏത് പ്രായത്തിലായിരിക്കും നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്? ഇതൊരു പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണോ? ഇത് നമുക്ക് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞ് സെറിബ്രൽ പാൾസി ആണോ എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷേ അതൊരു വിദഗ്ധമായ ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ സെറിബ്രൽ പാൾസി ആണോ എന്ന് സംശയിക്കാം. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. വെച്ചാൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ചെയ്യാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഒരു മൈൽ സ്റ്റോൺ അറ്റൈൻ ചെയ്യാൻ കുറച്ച് ഡിലേ വരുമ്പോഴാണ് ഇത് കൂടുതലും ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് 18 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായം എടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ ഇമേജിങ് സ്റ്റഡീസ് ഉണ്ട്, CT സ്കാൻ, MRI സ്കാനൊക്കെ. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ തന്നെ കൺഫേം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥ തടയാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ തടയാൻ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ പിന്നെ അമ്മമാരുടെ പ്രസവിക്കുന്ന സമയത്ത് അമ്മമാരുടെ പ്രായം അധികം ആവാതിരിക്കുക. ഐഡിയലി ഒരു 30 വയസ്സിന് മുമ്പായിട്ട് തന്നെ പ്രസവം നടക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. അമ്മമാരുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഒരു ബുദ്ധിമുട്ട് വരാനൊരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ അമ്മമാർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻ വരാതെയും പ്ലാസൻ്റൽ ഡിറ്റാച്ച്മെൻറ്റ് വരാതിരിക്കുകയും പിന്നെ അവർക്ക് റെഗുലറായിട്ടുള്ള ചെക്കപ്പ്, സ്ക്രീനിങ്,
ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒന്നിലധികം കുഞ്ഞുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡോക്ടറുടെ ശ്രദ്ധയോടുകൂടി പരിചരണം നേരത്തെ തന്നെ തുടങ്ങുക. പിന്നെ കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ തന്നെ കുഞ്ഞിന് ഡെലിവറി നമ്മൾ പ്രസവം എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പൊക്കിൾക്കൊടിയും കുഞ്ഞുമാണ്, നമ്മളെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പൊക്കിൾക്കൊടിയാണ്. അപ്പോൾ പൊക്കിൾക്കൊടി ഡിറ്റാച്ച് ചെയ്യുകയും കുഞ്ഞ് പുറത്ത് വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഓക്സിജൻ്റെ സപ്ലൈ കുറയുകയും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിനിന് മാരകമായ ബുദ്ധിമുട്ടുകൾ വരാം. അതുപോലെ ഇൻഫെക്ഷൻ വരാതെ നോക്കുക. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുവിധം ഒരു പരിധിവരെ തടയാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്? ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഈ കുട്ടിയുടെ അവസ്ഥയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ അപ്പർ ലിംബ് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ലോവർ ലിംബ് എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ്, ഇതിനെല്ലാം നമുക്ക് പല പല ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഗ്രോസ് മോട്ടോർ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ലോവർ ലിംബിന് എത്രത്തോളം അഫക്റ്റഡ് ആണ്, അതുപോലെ അപ്പർ ലിംബിനാണെങ്കിൽ മാനുവൽ എബിലിറ്റി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇയാളെ അസസ് ചെയ്യാൻ പറ്റും. എത്രത്തോളം ഇയാൾ ഏത് ലെവൽ 1 ആണോ ലെവൽ 5 ആണോ, അപ്പോൾ അതനുസരിച്ചാണ് ഇയാൾക്ക് റിക്കവറി വരാനുള്ള സാധ്യത. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു 2 വയസ്സാകുമ്പോഴത്തേക്ക് പിടിക്കാതിരിക്കുന്ന കുട്ടി 4 വയസ്സാകുമ്പോഴത്തേക്ക് അയാൾ പിടിക്കാതെ നടക്കും. ചിലപ്പോൾ അസിസ്റ്റഡ് ഡിവൈസ് വേണ്ടി വരുമായിരിക്കും, എന്നാലും അയാൾക്ക് പിടിക്കാതെ നടക്കാൻ പറ്റും. അതുപോലെ ഒരു 4 വയസ്സായിട്ടും ഇയാൾ ഇരിക്കാൻ കൂട്ടാക്കില്ല, ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ നടക്കാനുള്ള ഇൻഡിപെൻഡൻറ്റ് ആംബുലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു 8 വയസ്സ് കഴിഞ്ഞിട്ടും ആംബുലേഷൻ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ പിന്നെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആംബുലേഷന് സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രിമച്വർ റിഫ്ലക്സ് എന്ന് പറയും. കുഞ്ഞ് ജനിക്കുമ്പോൾ പല പല സ്റ്റേജ് പ്രിമച്വറായിട്ടുള്ള കുറേ റിഫ്ലക്സ് കാണും. അപ്പോൾ അത് ഓരോ ഏജിൽ ഡിസപ്പിയർ ചെയ്യണം. അത് ഡിസപ്പിയർ ചെയ്യുന്നില്ലെങ്കിലും അവരുടെ റിക്കവറി പൊട്ടൻഷ്യൽ വളരെ മോശമാണെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇത് കണ്ട് നമുക്ക് മനസ്സിലായതിന് ശേഷം നമ്മളിപ്പോൾ ചികിത്സ നേരത്തെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമായിരിക്കും? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ എല്ലാ അസുഖം പോലെ തന്നെയാണ് സെറിബ്രൽ പാൾസിയും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്കറിയാം ഇവരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്പാസ്റ്റിസിറ്റിയാണ്. സ്പാസ്റ്റിസിറ്റി ഇല്ലാത്ത ഹൈപ്പോട്ടോണിക് സെറിബ്രൽ പാൾസി ഉണ്ട്, എന്നിരുന്നാലും സ്പാസ്റ്റിസിറ്റി ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ബ്രെയിനിന് ഇഞ്ചുറി വരുമ്പോഴത്തേക്ക് സ്പാസ്റ്റിസിറ്റി ഉറപ്പായിട്ട് വരും. അപ്പോൾ സ്പാസ്റ്റിസിറ്റി പ്രിവെൻഷൻ ആസ് ഏർലി ആസ് പോസിബിൾ, നമ്മൾ എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത് അപ്പോൾ തന്നെ നമുക്കൊരു സ്പാസ്റ്റിസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. അപ്പോൾ സ്പാസ്റ്റിസിറ്റി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ജോയിൻറ്റിന് വരുന്ന കൺട്രാക്ചർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ വരുവാണല്ലോ. നമ്മളിപ്പോൾ നമുക്കറിയാം ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവരുടെ 90% ബ്രെയിനിൻ്റെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ ഈ കുട്ടിക്ക് ഇപ്പോൾ സ്പാസ്റ്റിസിറ്റി മൂലം കൺട്രാക്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് അതിൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കൺട്രാക്ചർ പൊസിഷനിൽ ഇവർക്ക് നടക്കാൻ പറ്റത്തില്ല, കൈകൊണ്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഏർലി സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഈ ഡാമേജ് ആയ ബ്രെയിനിൻ്റെ പോർഷൻ മറ്റേ നോർമൽ ബ്രെയിൻ ടേക്കപ്പ് ചെയ്യും. അതിനെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആളുകളിൽ നമുക്കൊരു പുനരധിവാസം അതിൻ്റെ പ്രാധാന്യം അത് എത്രത്തോളമാണ്? അവിടെയാണ് അത് നമുക്ക് ഈ സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളുടെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു PMR സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ സമീപിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന നമ്മൾ വളരെ അനുഗ്രഹമുള്ള ആൾക്കാരാണ്. കാരണം നമ്മളിവിടെ 400-ൽ പരം PMR ഡോക്ടർമാരുണ്ട്. അതുപോലെ PMR ആശുപത്രി മിക്കവാറും എല്ലാ പഴയ മെഡിക്കൽ കോളേജിലുമുണ്ട്. ട്രിവാൻഡ്രത്ത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെന്ന് പറഞ്ഞാൽ വളരെ സുശക്തമായ ചികിത്സാ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഡയഗ്നോസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഇവരുടെ റിക്കവറി പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമ്മൾ അസസ് ചെയ്ത്
അതിന് ആ റിക്കവറി പൊട്ടൻഷ്യൽ മനസ്സിലാക്കി വെച്ചിട്ട് ഇവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കാം. ഇപ്പോൾ റിഹാബ് നേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, പ്രോസ്തറ്റിസ്റ്റ്, ഓർത്തോട്ടിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, റീഹാബ് കോർഡിനേറ്റർ, അങ്ങനെ ഒരു ബൃഹത്തായ ഒരു 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 ടീം തന്നെയുണ്ട്. അത് നമുക്ക് PMR ആശുപത്രിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവരെല്ലാം തന്നെ PMR സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അഥവാ ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിസിയാട്രിസ്റ്റ് ഡോക്ടർമാർ MBBS കഴിഞ്ഞിട്ട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഡോക്ടർമാരാണ് ഫിസിക്കൽ മെഡിസിൻ ഡോക്ടർമാർ. അവർ ഈ റീഹാബ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുകയും ഇവരെ സൂപ്പർവൈസ് ചെയ്യുകയും പിന്നെ ഇവർക്ക് വേണ്ടുന്നുള്ള സർട്ടിഫിക്കേഷൻ, ഡിസബിലിറ്റി അസസ് ചെയ്ത് സർട്ടിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വിഷ്ണുവാണ്. വിഷ്ണു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. വിഷ്ണു പറഞ്ഞോ. സാറേ, ഇപ്പൊ സാറ് പറഞ്ഞ മാതിരിയുള്ള ഇതിനകത്തുള്ള അസുഖമാണ് കുഞ്ഞിന്. വിഷ്ണു എന്നാ പേര്. പേരെന്താ? വിഷ്ണു. കുഞ്ഞിൻ്റെ പേര് വിഷ്ണു. എത്ര പ്രായം? പ്രായം ഇപ്പൊ 11 സാറേ. 11. എന്തൊക്കെ ചെയ്യും? കുഞ്ഞ് കിടക്കുക, കുഞ്ഞിന്റെ തലയ്ക്ക് വെയിറ്റ് ആയിട്ട് കിടക്കുക. ചില തല പൊക്കത്തില്ല അല്ലേ? തല ഉയർത്തത്തില്ല. തല ഉയർത്തത്തില്ല, തലയ്ക്ക് വെയിറ്റ് കൂടുതലാണ്. തലയ്ക്ക് തലയുടെ ഭാരം വലിപ്പം കൂടുതലാണല്ലേ? വലിപ്പം കൂടുതലാണ്. ഓക്കെ. എവിടെ ഇപ്പോൾ ചികിത്സയൊക്കെ നടക്കുന്നത്? ചികിത്സ ഇതിന്റെ ഇടയ്ക്ക് SIT-ലായിരുന്നു. ഓക്കെ. ഷണ്ടൊക്കെ ചെയ്തതാണോ? എന്താ സാറേ? ഷണ്ട് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുള്ളതാണോ? കേട്ടില്ല. ഷണ്ട് ഓപ്പറേഷൻ, ഷണ്ട് പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സൗണ്ടൊക്കെ ചെയ്താ സാറേ. ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ SIT-യിൽ വരാറുണ്ടല്ലേ? SIT-ല് ഇപ്പൊ SIT കുറച്ചു നാളായി വന്നിട്ട്. പിന്നെ ഇപ്പൊ നമ്മൾ പറക്കോട്ടി ഇവിടെ കോട്ടയം മെഡിക്കൽ കോട്ടയം ESI-ല് ചികിത്സയാണ്. ഇവിടെ ഇനി അടുത്ത SIT-യിൽ വരുമ്പോഴേ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PMR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലും PMR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 11 വയസ്സായി, കുട്ടി കഴുത്തുറച്ചിട്ടില്ല. അപ്പോൾ ബാക്കി കഴുത്തുറച്ചാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കഴുത്തുറയ്ക്കുക, ഇരിക്കുക, നിൽക്കുക, നടക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് അവരുടെ ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ 11 വയസ്സായ ആളിന് കഴുത്തുറച്ചിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് അയാൾക്ക് വേണ്ട പിന്നെ നേഴ്സിംഗ് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കാലകത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായാലും നിങ്ങൾ അടുത്തുള്ള ഒരു PMR ഡോക്ടറെ ഒന്ന് കാണണം കേട്ടോ. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയാണെന്ന് തോന്നുന്നു. അവിടെ PMR ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും OP ഉണ്ട്. നിങ്ങളടുത്ത് SIT-യിൽ വരുമ്പോൾ PMR ഡിപ്പാർട്ട്മെൻറ്റിലും കൂടെ വരണം കേട്ടോ. ഡോക്ടർ, നമ്മൾ നേരത്തെ പുനരധിവാസത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുനരധിവാസത്തിൻ്റെ കാലഘട്ടം അത് എത്രത്തോളം വരുന്ന ഒരു ദീർഘകാല പുനരധിവാസത്തിൻ്റെ പ്രാധാന്യം അതൊക്കെ എങ്ങനെയാണ്? അതൊരു നല്ല ചോദ്യമാണ്. പുനരധിവാസം നമുക്കറിയാം. പുനരധിവാസ ചികിത്സ എന്ന് പറഞ്ഞാൽ രോഗിയുടെ ചികിത്സ അവരുടെ ഫങ്ഷൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുകയും അവരെ തിരിച്ച് അവരുടെ ഫാമിലിയിലും സൊസൈറ്റിയിലും യൂസ്ഫുള്ളായിട്ടുള്ള ഒരാളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു റീഹാബ് ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് കുറച്ച് നാളത്തേക്ക്, ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ചിലപ്പോൾ 1 വർഷമോ കൊണ്ട് നമ്മൾ പിന്നെ അവർക്ക് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എത്ര നാൾ ഈ ചികിത്സ തുടരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു GMFCS ഒരു 1 ആയിട്ടുള്ള ഒരു സെറിബ്രൽ പാൾസി കുട്ടിയാണെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ഇവർ മെയിൻ ധാരയിൽ തന്നെ പോകും. അതേസമയം 5 ആണെങ്കിൽ അവർ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നേഴ്സിംഗ് കെയർ, ബാക്കി സപ്പോർട്ടീവ് കെയർ, അവർക്ക് വേണ്ട ഡിസബിലിറ്റി സർട്ടിഫിക്കേഷൻ, സർക്കാരിൽ നിന്നുള്ള പിന്നെ
സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുകയും നമ്മുടെ ഒരു കടമയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ PMR സ്പെഷ്യലിസ്റ്റിൻ്റെ റോൾ അതെന്തൊക്കെയാണ്? അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഈ PMR ഡോക്ടർമാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ രോഗിയുടെ അവസ്ഥ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അവർക്ക് വരാവുന്ന റിക്കവറി പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഇത്ര നാൾ ചെയ്യുമ്പോൾ ഇയാൾക്ക് നടക്കാൻ പറ്റും, ഇയാളുടെ ഹാൻഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ആവും, ഇയാളുടെ ആക്ടിവിറ്റീസ് ഡെയിലി ലിവിങ്, അപ്പോൾ ഇയാളുടെ സ്വന്തം കാര്യങ്ങൾ ഇയാൾക്ക് ഇത്ര നാൾ കഴിയുമ്പോൾ ഇയാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്. അല്ല എല്ലാ പേഷ്യൻറ്റും ഇപ്പോൾ ഒരു സെറിബ്രൽ പാൾസി ഒരു GMFCS 1 സെറ്റ് ചെയ്യുന്ന ഗോളല്ല 5. അതുമാത്രമല്ല, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ചില കുട്ടികൾക്ക് നമ്മൾ ആ ഫോളോ അപ്പിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു വ്യത്യാസം, അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ നമുക്ക് ഗോൾ വീണ്ടും റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ PMRൽ വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു, റിക്കവറി പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള ഒരു അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോൾ സെറ്റ് ചെയ്യുന്നു. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഹാബ് ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാം. അപ്പോൾ അവരെ സൂപ്പർവൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഘട്ടം ഘട്ടം അവരുടെ റിവ്യൂ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് PMRൽ. പിന്നെ അതുപോലെ PMRൽ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സൊക്കെ ഉണ്ട്. നമുക്ക് അൾട്രാസൗണ്ട് ടെക്നിക്ക്, അൾട്രാസൗണ്ട്, ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് അൾട്രാസൗണ്ട് ഉണ്ട്. അതുപോലെ നമുക്ക് ഗേറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഗേറ്റ് ലാബ്, പിന്നെ ഈ കുട്ടികളുടെ അവരുടെ മൂത്രാശയത്തിൻ്റെ ഫങ്ഷൻ അറിയാൻ വേണ്ടി സിസ്റ്റോമെട്രോഗ്രാം, അതുപോലെ അവരുടെ മസിലിൻ്റെയും നെർവിൻ്റെയും ഫങ്ഷൻ സ്റ്റഡി നടത്താൻ വേണ്ടി നമുക്ക് EMG NCS ലാബുണ്ട്. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികൾ ആദ്യമേ തന്നെ നമുക്ക് PMRൽ വന്നാൽ നമുക്ക് കൺട്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ സ്പാസ്റ്റിസിറ്റി റിഡക്ഷന് വേണ്ടി നമുക്ക് ചിലപ്പോൾ സ്പ്ലിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അവർക്ക് നടക്കാൻ വേണ്ടി കാലിപ്പർ കൊടുക്കാൻ പറ്റും. അതുപോലെ അവർക്ക് ഈ സ്പാസ്റ്റിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള എക്സർസൈസ്, അവർക്ക് ചില പോസ്റ്റേഴ്സ് ഉണ്ട്, ആ പോസ്റ്റർ വഴി അവരുടെ ഈ സ്പാസ്റ്റിസിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊന്നും പറ്റാത്ത കുട്ടികൾക്ക് പിന്നെ നമുക്ക് കൊടുക്കാം, അവിടെ സീഷർ പ്രിവെൻഷൻ, സ്പാസ്റ്റിസിറ്റി കുറയ്ക്കാനുള്ള. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽ മാത്രമാണ് അവർക്ക് സ്പാസ്റ്റിസിറ്റി ആണെങ്കിൽ നമുക്ക് ഒരു മോട്ടോർ പോയിൻ്റ് ബ്ലോക്ക്, ഫീനോൾ, വളരെ ചീപ്പായിട്ടുള്ള മെഡിസിനാണ്. ഫീനോൾ വെച്ചിട്ട് നമുക്ക് മോട്ടോർ പോയിൻ്റ് ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ബോട്ടിലിൻ ടോക്സിൻ പോലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില ലേറ്റായിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സ്പാസ്റ്റിസിറ്റി വന്നിട്ട് അവർക്ക് കൺട്രാക്ചർ ആവാം. അപ്പോൾ കൺട്രാക്ചർ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ടെൻഡൻ ലെങ്തനിങ് സർജറീസ്, ഇതെല്ലാം നമുക്ക് മെഡിക്കൽ കോളേജിലെ PMR ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തു വരുന്ന പ്രൊസീജിയറുകളാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊല്ലത്തിൽ നിന്നും ബഷീറാണ്. ബഷീർ ഡോക്ടറോട് ചോദിച്ചോളൂ. ബഷീർ പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ കൊച്ചു മകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. പിന്നെ എന്റെ കൊച്ചു മകൾക്ക് 1 വയസ്സും 10 മാസവും പ്രായമായി. അവള് ഉമ്മ എന്നുള്ള ഒരു വാക്ക് മാത്രമേ പറയൂ. വേറെ ഒന്നും അവള് സംസാരിക്കത്തില്ല. അവൾക്ക് പുറത്തൊക്കെ പോവാൻ വലിയ സന്തോഷമാണ്. ഉടനെ അവളെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് തള്ളയെടുത്തും തന്തയെടുത്തും ഒക്കെ കൊടുക്കും, ഡ്രസ് ചെയ്ത് ടാറ്റ പോവാൻ. അപ്പൊ ഇതിനൊക്കെ വലിയ സന്തോഷമാണ്. ഓടും ചാടും എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ ഓടും ചാടും ഒക്കെ ചെയ്യുമോ? അല്ലോ, ഓടും ചാടും, പിന്നെ ഇരിക്കുന്നിടത്ത് കട്ടിലിൽ നിന്നെടുത്ത് താഴെ ചാടും, താഴെ വലിഞ്ഞു കയറാനൊക്കെ ശ്രമിക്കും. പിന്നെ വീടൊക്കെ ഒതുക്കുന്നതിന് വേണ്ടി, അവരുടെ റൂം ഒതുക്കുന്നതിന് വേണ്ടിയുള്ള സഹായം എല്ലാം. കേൾവിക്ക് വൈകല്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കേൾവിക്ക് ഒരു വൈകല്യവും ഇല്ല. വിളിച്ചാ വരും, പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ അവളും തിരിച്ച് മറുപടി ഈ ഉമ്മ എന്നുള്ളൊരു വാക്കല്ലാതെ വേറൊന്നും പറയാറില്ല. തനിയെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കും, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ എന്തായാലും കുഞ്ഞിന് സംസാര വൈകല്യമാണ്. അപ്പോൾ എന്തായാലും ഒരു ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണിക്കണം.
ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെയും അതുപോലെ ഒരു പീഡിയാട്രിക് ന്യൂറോളജി ഡോക്ടറെയും ഒന്ന് കാണിക്കണം. ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഒരു ലൈഫ് ലോങ് തെറാപ്പി ആവശ്യമായി വരുന്നവരുണ്ടാവുന്നുണ്ടോ? ലൈഫ് ലോങ് തെറാപ്പി എന്നതിലുപരി ലൈഫ് ലോങ് കെയറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഓരോ പേഷ്യൻറ്റിൻ്റെയും അനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു GMFCS ഗ്രേഡ് 1 ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഡിലേ മാത്രമുള്ള ഒരു നോർമൽ ലൈഫാണ് ചെയ്യുന്നത്. അവർക്ക് നോർമൽ സ്കൂളിൽ പഠിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ GMFCS 5 ആണെങ്കിൽ അവർക്ക് ഫുൾ നേഴ്സിംഗ് കെയർ വേണം. പിന്നെ ഇവർക്ക് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് ലോങ് കെയർ വേണമെന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ കണ്ടിട്ട് മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ അതുപോലെ തന്നെ ഈ സെറിബ്രൽ തെറാപ്പി ചികിത്സയിലെ ഈ ന്യൂനത സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും അതെന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാമോ? അതെ, ഇപ്പോൾ മറ്റുള്ള സ്പെഷ്യാലിറ്റി പോലെ തന്നെ PMRലും ഒത്തിരി നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പാസ്റ്റിസിറ്റി കുറയ്ക്കുവാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഇയാൾക്ക് ലോവർ ലിംബ് മാത്രമാണ് സ്പാസ്റ്റിസിറ്റി, അതായത് സ്പാസ്റ്റിക് ഡൈപ്ലീജി എന്ന് പറയും. അയാൾ നടക്കും, ലോവർ ലിംബിൽ കുറച്ച് സ്പാസ്റ്റിസിറ്റി, അത് കുറയ്ക്കുവാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ബാക്ക്ലോഫാൻ പമ്പ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ മെഡിസിനൊന്നും എടുക്കണ്ട, അതിൽ ബോഡി അത് കറക്റ്റായിട്ട് ഡോസിൽ ബാക്ക്ലോഫാൻ പമ്പ് ചെയ്യും. അപ്പോൾ ആളിൻ്റെ സ്പാസ്റ്റിസിറ്റി കുറയ്ക്കുന്നത് കാരണം നന്നായിട്ട് നടക്കാൻ പറ്റും. അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി വളരെ റീസെൻ്റായിട്ടുള്ളൊരു അഡ്വാൻസ്മെൻറ്റാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള. ഈ വെർച്വൽ റിയാലിറ്റിയിലൂടെ ഈ കുട്ടിയെ നമ്മൾ ആ ഒരു വെർച്വലായിട്ടുള്ള റിയാലിറ്റിയിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കൂടെ നമുക്കറിയാം കുട്ടികളോടത്ത് എക്സർസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്തില്ല. അവർ കളിയാണെങ്കിൽ ഗെയിംസിലൂടെ അവർക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ വെർച്വൽ റിയാലിറ്റിയിലൂടെ അവർക്ക് ഗെയിമിലൂടെ അവർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഹിപ്പോതെറാപ്പി, അതുപോലെ ട്രാൻസ്ക്രേനിയൽ സ്റ്റിമുലേഷൻസ് ഉണ്ട്, ബ്രെയിൻ സ്റ്റിമുലേഷൻ, ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, ട്രാൻസ്ക്രേനിയൽ ഡയറക്റ്റ് കറണ്ട് സ്റ്റിമുലേഷൻ എന്ന്. അതുപോലെ തന്നെ റോബോട്ടിക്സ്, ഇപ്പോൾ റോബോട്ടിക്സിൻ്റെ കാലമാണല്ലോ. അപ്പോൾ റോബോട്ടിക്സ് അപ്പർ ലിംബിനും ലോവർ ലിംബിനും റോബോട്ടിക്സ് ഉണ്ട്. അപ്പോൾ അപ്പർ ലിംബിൽ റോബോട്ടിക്സ് മെയിൻലി അവിടെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്, അതിൽ ഒത്തിരി റെപ്പറ്റീഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തീരെ നടക്കാൻ വയ്യാത്ത കുട്ടികളാണെങ്കിൽ ലോവർ ലിംബിൽ എക്സോസ്കെലിറ്റൻ ഉണ്ട്, റോബോട്ടിക്സ്, അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് നടത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് സ്റ്റെം സെൽ തെറാപ്പി, അത് അനിമൽ സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ. സ്റ്റെം സെൽ തെറാപ്പിയിലൂടെ പുതിയ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നു. പിന്നെ നമുക്ക് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്, അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കുട്ടിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ പല പല പുതിയ സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, വടകരയിൽ നിന്നും സരിതയാണ്. സരിത ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. സരിത പറഞ്ഞോളൂ. മോനെ വലത്ത് കാലിനും കഴിക്കുക, ചെറിയ പ്രയാസമുള്ള. ഓക്കെ, എത്ര പ്രായം? 18 വയസ്സ്. ഓക്കെ, ഇപ്പം എന്തൊക്കെ ചെയ്യും? കോളേജിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ വലത് കൈ കൊണ്ടൊന്നും ചെയ്യൂല. പിന്നെ കാല് പൊക്കി വെച്ചിട്ടാണ് നടക്കുക. വലത് കാലിന് ഒരു ഓപ്പറേഷൻ ചെയ്ത് 8ാമത്തെ വയസ്സിൽ 10 വർഷം മുമ്പ് ടിയ ലെങ്തനിങ് എന്നുള്ള. പക്ഷെങ്കില് കുറച്ച് കാലം ആ ഷൂ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ജനിച്ചപ്പോഴുള്ള വൈകല്യമല്ലേ? ജനിച്ച ആ സമയത്ത് തന്നെ ഉള്ളതാ. ഇപ്പൊ കാല് പൊക്കി വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇനി ഫിസിയോതെറാപ്പി ചെയ്താല് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ള അറിയാൻ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് മോസ്റ്റ് പ്രോബബ്ലി ഒരു സെർവൽ പാൾസി ആകാൻ സാധ്യതയുണ്ട്. ഒരു ഇൻഫൻറ്റൽ ഹെമിപ്ലീജിയ എന്ന് പറയും. അപ്പോൾ ഒരു സൈഡിൽ അപ്പർ ലിംബും ലോവർ ലിംബും മാത്രം അഫക്റ്റ് ചെയ്ത അവസ്ഥയാണ് നമ്മൾ ഇൻഫൻറ്റൽ ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇവർക്ക് ലെഫ്റ്റ് സൈഡ് നോർമലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയെ എല്ലാ കാര്യങ്ങളും ഇടത് കൈ കൊണ്ട് ചെയ്യാനുള്ള, നമ്മളൊരിക്കലും അവർക്ക് അടി കൊടുത്ത് വലത് കൈ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്പീഡും സ്കില്ലും ഒക്കെ കുറയാനുള്ള സാധ്യത. അവിടെ ഇടത് കൈ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ
ഇവർക്ക് വേണ്ടുന്നുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും PMRലാണ്. ഇപ്പോൾ നിങ്ങൾ വടകര ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കോഴിക്കോട് ആണ് വളരെ അടുത്ത്. കോഴിക്കോട് വളരെ വിദഗ്ധമായ ഒരു PMR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ സമീപിക്കുക, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എന്തായാലും കിട്ടും. കാരണം ആ കുട്ടിയുടെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗെയ്റ്റ് അബ്നോർമാലിറ്റിയാണ്. നടക്കുമ്പം ഒരു സർക്കംഡക്ഷൻ ഗെയ്റ്റിൽ നടക്കുന്നു, കാരണം ഇക്വനസ് ഡീഫോമിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരിക്കൽ TA ലെങ്തനിങ് ചെയ്തെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഡോക്ടറെ കണ്ടിട്ട് TA ഫർദർ ലെങ്തൻ ചെയ്യണോ, അപ്പോൾ നമുക്ക് മസിൽ പവർ തീരെ കുറവാണെങ്കിൽ നമുക്കിത് സപ്പോർട്ടീവായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർത്തോസിസ്. അപ്പോൾ ഓർത്തോസിസ് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഗെയ്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ റൈറ്റ് കൈയുടെ ഫങ്ഷൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നും നോക്കണം. പിന്നെ അതുപോലെ വേറെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇൻഫൻറ്റൈൽ ഹെമിപ്ലീജിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 40% എബോവ് ഡിസബിലിറ്റി ആണെങ്കിൽ ഇയാൾക്ക് ഹയർ എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ ഇയാൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി 5% റിസർവേഷനുണ്ട്. ജോലിയിൽ 5% റിസർവേഷനുണ്ട്. അപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യണം. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് സർക്കാരിൽ നിന്നും കിട്ടുന്ന സഹായങ്ങൾ, സാമ്പത്തിക സഹായമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ശരിക്കും അഭിമാനിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സർക്കാർ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ സഹായവും സപ്പോർട്ടും ചെയ്യും. ആദ്യമായിട്ട് പറയാം, നമുക്ക് RPWD ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഇന്ത്യ ഗവൺമെൻറ് 2016 കൊണ്ടുവരികയും അതുമൂലം ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അതായത് 40% അതിലധികമോ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും അത് ഒത്തിരി ബെനിഫിറ്റാണ്. എന്നാൽ ഇവർക്ക് പിന്നെ ഹയർ എഡ്യൂക്കേഷനിൽ പോകുമ്പോഴത്തേക്ക് 5% റിസർവേഷൻ, അവർക്ക് ജോലിക്കാണെങ്കിൽ 4% റിസർവേഷൻ. അതുപോലെ തന്നെ ഇവർക്ക് 18 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷനാണ്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് മാത്രമല്ല, ഇവർ ഏത് സ്കൂളിലാണോ പഠിക്കാൻ ഇവർക്ക് താല്പര്യം ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണം. ആ സ്കൂളിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. അപ്പോൾ അവരുടെ സ്കൂളിൽ ക്ലാസ്സിലേക്ക് ഇവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ബാരിയർ ഫ്രീ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അതുപോലെ ഡോക്ടർ, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. സെറിബ്രൽ പാൾസിയെക്കുറിച്ചും പുനരധിവാസ ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ PMR വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ P. സെൽവനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.